ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഓ വെസ്റ്റേൺ വിൻഡ് ആണ്. അതിൻ്റെ എഴുതിയിരിക്കുന്ന കവിയെ കണ്ടെത്തിയിട്ടില്ല, അതായത് അത് ആരാണെന്നറിയില്ല. സോ വിത്തൗട്ട് എൻ ado, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡെമോൺസ്ട്രേറ്റ് ദ യൂസ് ഓഫ് അപ്പോസ്ട്രോഫി ഇൻ ഓ വെസ്റ്റേൺ വിൻഡ്. ഓ വെസ്റ്റേൺ വിൻഡിലെ അപ്പോസ്ട്രോഫിയുടെ യൂസേജ് ആണ്, അത് പ്രകാരമാണ് എന്നാണ് ചർച്ച. In O Western Wind, poet uses apostrophe by directly addressing the western wind and Christ, both of whom cannot respond. അല്ലേ, ഇവിടെ അപ്പോസ്ട്രോഫി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഒരിക്കലും വിളിയേൽക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും റെസ്പോണ്ട് ചെയ്യാത്ത ക്രൈസ്റ്റിനെയും അതുപോലെ തന്നെ വെസ്റ്റേൺ വിൻഡിനെയും വിളിച്ചുകൊണ്ടാണ് ഇവിടെ സ്പീക്കർ അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. This literary device gives emotional depth and immediacy to the speaker's longing as he pleads with the wind to blow and calls upon Christ for comfort and reunion with his beloved. തൻ്റെ പ്രണയിനിയുമായിട്ട് ഒത്തുചേരുവാൻ ക്രൈസ്റ്റിനോടും അതുപോലെ തന്നെ കാറ്റിനോടും വിളിച്ചു പറയുകയാണ്, അവരോട് ചെന്ന് കാര്യം പറയുക എന്നുള്ള ഒരു വിളിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതൊരു ഇമോഷണൽ ഡെപ്തും അതുപോലെ തന്നെ ഇമ്മീഡിയസി, എത്രത്തോളമാണ് ഇയാൾ എത്ര പെട്ടെന്ന് തൻ്റെ പ്രണയിലേക്ക് അയാൾക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള ഒരു കാര്യവും ഇതിൽ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഡിസൈർസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ബൈ ദ സ്പീക്കർ ഇൻ ഓ വെസ്റ്റേൺ വിൻഡ്. ഓ വെസ്റ്റേൺ വിൻഡിൽ എന്താഗ്രഹങ്ങളൊക്കെയാണ് കവി ഇവിടെ പറഞ്ഞു വെക്കുന്നത്? സ്പീക്കർ എക്സ്പ്രസസ് ടു ഇൻ്റർട്വൈൻ ഡിസൈർസ്, രണ്ട് മിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടിക്കലർന്നൊരു ആഗ്രഹമാണ് ഇവിടെ പറയുന്നത്. ദ ലോങ്ങിങ് ഫോർ സ്പ്രിങ്, തൻ്റെ സ്പ്രിങ് എന്ന കാലഘട്ടം വരാനായിട്ട് അതിലേക്കുള്ളൊരു അതിയായ ആഗ്രഹം ഇതിൽ കാണുന്നുണ്ട്. ടു അറൈവ് വിത്ത് ദി ബ്ലോവിങ് ഓഫ് ദ വെസ്റ്റേൺ വിൻഡ്, അല്ലേ, വെസ്റ്റേൺ വിൻഡിനോടൊപ്പം എത്തിച്ചേരുന്ന ലോങ്ങിങ് സ്പ്രിങ് കാലഘട്ടം വരാനുള്ള ഒരു ആഗ്രഹം ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ദ yearning ഫോർ ഹിസ് ബിലവേഡ്സ് പ്രസൻസ്, അതുപോലെ തന്നെ അവൻ്റെ പ്രണയിനിയുടെ സാന്നിധ്യവും അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ദ റിട്ടേൺ ഓഫ് ദി ജെന്റിൽ വിൻഡ് സിംബലൈസസ് റിന്യൂവൽ, വാംത്ത് ആൻഡ് ലവ്, വൈൽ സ്പീക്കേഴ്സ് വിഷ് to be in bed with his lover reveals his deep emotional and physical craving for intimacy and peace. സമാധാനവും അതേപോലെ തന്നെ ഇൻറ്റിമസിയും ആഗ്രഹിക്കുന്ന തൻ്റെ സ്പീക്കറുടെ അല്ലെങ്കിൽ കവിയുടെ ഇമോഷണൽ വളരെ ആഴത്തിലുള്ള വൈകാരികമായിട്ടുള്ള അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ആഗ്രഹം, ത്വര ആണ് ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദ റിട്ടേൺ ഓഫ് ദി ജെന്റിൽ വിൻഡ്, ഈ വളരെ നൈർമല്യമുള്ള കാറ്റിൻ്റെ എന്തിനാണ് അടയാളപ്പെടുത്തുന്നത്? ഒരു പുതുമ, അല്ലെ, ഒരു പുതുക്കൽ, അതുപോലെ തന്നെ ഒരു ചെറിയ ഇളം ചൂടിനെയും പ്രണയത്തെയും എല്ലാം തന്നെ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ആൻസർ ഇപ്പോൾ അടുത്താണ് ഷോർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ സൗണ്ട് പാറ്റേൺസ് ഇൻ ദ പോയം ഓ വെസ്റ്റേൺ വിൻഡ്. അതിലെ സൗണ്ട് പാറ്റേൺസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ദ സൗണ്ട് പാറ്റേൺസ് ഇൻ ഓ വെസ്റ്റേൺ വിൻഡ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് ഇറ്റ്സ് മ്യൂസിക്കൽ റിതം ആൻഡ് ഇമോഷണൽ റെസ്പോൺസ്. അതിൻ്റെ ഇമോഷണൽ റെസ്പോൺസിനും ഒരു താളാത്മകതയും ഉണ്ടാക്കുവാൻ വേണ്ടി ഇതിൻ്റെ ഒരു സൗണ്ട് പാറ്റേൺ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. The repeated v sound in phrase like western wind, western wind when will though blow ഇങ്ങനെ പറയുമ്പോൾ ഡബ്ല്യുവിൻ്റെ ഒരു v സൗണ്ട് ഇങ്ങനെ ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു അലിട്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മിമിക്സ് ദ സോഫ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ വിൻഡ് ആൻഡ് ആഡ്സ് എ ലിറിക്കൽ വിസ്ഫുൾ ടോൺ. v എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാറ്റ് വരുന്ന രൂപത്തിലുള്ള ഒരു ശബ്ദമാണ് നമുക്കവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള അലിട്രേഷൻ്റെ യൂസേജാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദ ഷോർട്ട് ലൈൻസ് and internal rhyme between rain again enhances the sense of longing and continuity. ഇവിടെ എന്താ ചെയ്യുന്നുണ്ട്? റെയിൻ അതുപോലെ തന്നെ അഗെയിൻ എന്ന വാക്കുകളുടെ ഒരു റൈം, അത് ലോങ്ങിങ്ങും കണ്ടിന്യൂറ്റിയും കാണിക്കുന്നുണ്ട്. ദ പോംസ് റിതം ഈസ് നാച്ചുറൽ ആൻഡ് കോൺവെർസേഷണൽ. അതിൻ്റെ റിതം നാച്ചുറലാണ്, കോൺവെർസേഷനാണ്. റിഫ്ലക്റ്റിംഗ് ദ സെൻസിറ്റിവിറ്റി ഓഫ് സ്പീക്കേഴ്സ് ഇമോഷൻ, നമ്മുടെ സ്പീക്കറിൻ്റെ വൈകാരികത മനസ്സിലാക്കുന്നതിനുള്ള ഒരു സെൻസിയറിറ്റി, അത് കാണിക്കുന്ന ഒരു സെൻസിയറിറ്റി ഒക്കെ ഇതിൽ നമുക്ക് വ്യക്തമായി കാണുന്നുണ്ട്. ദ യൂസ് ഓഫ് റെപ്പിറ്റേഷൻ ആൻഡ് ദ പോയറ്റ്സ് ആൻഡ് ദ പോയംസ് കോമ്പാക്ട് സ്ട്രക്ചർ കോൺട്രിബ്യൂട്ട്സ് ടു ഇറ്റ്സ് ചാൻഡ് ലൈക്ക് മ്യൂസിക്കാലിറ്റി, മേക്കിംഗ് ദ പ്ലിയ ടു ദ വിൻഡ് സൗണ്ട് ബോത്ത് അർജൻറ്റ് ആൻഡ് പ്രയർഫുൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെപ്പിറ്റേഷനും അതുപോലെ തന്നെ സ്ട്രക്ചറും എന്തിന് ഒരു ചാൻഡ് വീണ്ടും ആവർത്തിക്കുന്ന ഒരു മന്ത്രം പോലെ ഇതിനെ മാറ്റുന്നുണ്ട്. എന്തിനാണ് മന്ത്രമുള്ളത്? അദ്ദേഹത്തിൻ്റെ പ്രണയിനിയുടെ അടുത്തേക്ക് എത്രയും വേഗം തന്നെ എത്തുവാനായിട്ടുള്ള ഒരു ലോങ്ങിങ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് അടുത്ത ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ്സേസ് ആയിരിക്കും. എസ്സേസ്. ഓക്കെ, സോ സ്റ്റിൽ ദെൻ ഇറ്റ്സ് മുബാറക് സൈനിങ് ഓഫ്. ഇത് താല്പര്യം ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ തന്നെ പഠിക്കാൻ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.